200 കോടി ബഡ്ജറ്റ് വെച്ചേക്കാണ്, 50 കോടി അടിക്കൂല. പാനിന്റെ മലം കളട്ട് എന്റെ അമ്മോ സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ശോകമാണ് ബ്രോ. ഒട്ടും ഞാൻ പ്രതീക്ഷ കുറച്ചുപോലും ഇല്ലായിരുന്നു. ശോകമാണ്. നല്ല മെസ്സേജ്, അത്യാവശ്യം ഭക്തിയും കാര്യങ്ങളുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ. മറ്റു താരങ്ങൾക്കൊപ്പം നമ്മുടെ ലാലേട്ടന് ഭാഗമാവുന്ന കണ്ണപ്പ എന്ന ചിത്രം ഇന്ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പം നമുക്ക് കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചു പോകാം. പാനിന്റെ മലം കളട്ട് എന്റെ അമ്മോ സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ സീരിയൽ ഭക്തി സീരിയലിലെ ക്രിഞ്ച് ഫെസ്റ്റിവൽ ആക്കി വെച്ചിട്ടുണ്ട്. ലാലേട്ട ഏറെ തന്നെ തുടരത്തിന് ശേഷം എന്ന് ടോപ്പിൽ പോയതാണ്. ഇനി OTTക്ക് ശേഷം ട്രോളന്മാർക്ക് ആഘോഷരാകും. ഭയങ്കര മോശം. ആരും കാണാണ്ടിരിക്കാനാണ് നല്ലത്. ലാലേട്ടൻ കുഴപ്പമില്ല, ബാക്കിയുള്ളവരെ വെച്ച് അത്ര എല്ലാവരും വെച്ച് ട്രോൾ മെറ്റീരിയൽ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വിചാരിച്ച അത്ര ട്രോൾ വാങ്ങൂല, കാരണം ബാക്കിയുള്ളവർ അതിനേക്കാളും ഭയങ്കര മോശമാണ്. 5 മിനിറ്റാണ് ആകുള്ളൂ. അവർ രണ്ടുപേരും ബെയറബിൾ, അത്രേ ഉള്ളൂ. പഴം അല്ലാണ്ട് കൊള്ളത്തില്ല ഇത്. പക്ഷെ അവിടെ വിജയിക്കും, കാരണം ഈ ഭക്തി സംഭവമാണ്. അവസാനം ഇതിൽ എല്ലാവരും അതിൻ്റെ പുറകെ പൊക്കോളും. ബാക്കിയല്ല, ഡബിങ് ഒക്കെ വൻ ശോകമാണ്. നല്ല മൂവി കണ്ടിരിക്കാം, സുഖമായിട്ട് കണ്ടിരിക്കാം. ഒന്നും പ്രതീക്ഷയല്ല വന്നത്, പക്ഷേ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പ്രസൻറ്റേഷൻ, നല്ല മെസ്സേജ്, അത്യാവശ്യം ഭക്തിയും കാര്യങ്ങളുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു പ്രശ്നമില്ല. വേണ്ടായിരുന്നു, ചുമ്മാ മുതലല്ല കാശ്, കോക്കിനൊക്കെ മുതലായിരിക്കും, അത് വേറെ വിഷയം. കൂടുതൽ പറയില്ല കേട്ടോ. പടം ഭയങ്കര ചേട്ടാ മിത്താണെന്ന് അറിയാം, പക്ഷെ മിത്തിനൊക്കെ ഒരു പരിധിയില്ലേ. ഇവന്മാര് എന്താണ് കാണിച്ചു വെച്ചിരിക്കണെന്ന് വെച്ചാൽ ഒരുമാതിരി അങ്ങ് ഇല്ലാണ്ടായി കളഞ്ഞു പടം. പ്രവാസിന്റെ തന്നെ ഒരു ശബ്ദ ഗാംഭീര്യമാണ്. ഒരു നായകന് വരുമ്പോൾ ഒരു ശബ്ദ ഗാംഭീര്യം വേണ്ടേ? നീ അങ്ങോട്ട് നോക്ക്, ഇത് പറഞ്ഞാൽ നമ്മള് കോമഡി ആയി പോകില്ലേ? ഒരു പടത്തിനെ കുറ്റം പറയുന്നതല്ല, നമ്മൾ പ്രേക്ഷകർക്ക് നമുക്ക് നമ്മളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാമല്ലോ. ഫുള്ള് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. ഒരു ആവറേജ് ഫീലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ. ഇതിലെ ഒരുപാട് മിസ്കാസ്റ്റുകളുണ്ട്. എസ്പെഷ്യലി നായകൻ തന്നെ വിഷ്ണു മഞ്ജു, പുള്ളിയുടെ പെർഫോമൻസ് തന്നെ മോശമാണ്. കാരണം പുള്ളിയുടെ ആ ഒരു രീതിയിലൊരു ആക്ടിങ് ലെവൽ വന്നിട്ടില്ല.